പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്ന് അദ്ദേഹം തന്നെ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പത്രങ്ങൾക്ക് നൽകിയ പ്രസ്താവനയിലും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും വിശദീകരിക്കുന്നുണ്ട്. ഇതിന് ശേഷമാണ് അദ്ദേഹത്തോട് ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യത്തിന് മറുപടിയായി CNN-നോട് അദ്ദേഹം പറയുന്നത് ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന്. ആ പ്രസ്താവന എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് സ്വാഭാവികമായും സാമൂഹിക രാഷ്ട്രീയ സാക്ഷരതയുള്ള ഒരാൾക്ക് നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യം പോലുമില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദം വർഷങ്ങളായി കാന്തപുരം ഉസ്താദിനെതിരെ സമുദായത്തിന്റെ അകത്തു നിന്ന് തന്നെ നിരന്തരം കാന്തപുരം ഇത് രാത്രിയാണ് എന്ന് പറഞ്ഞാൽ അല്ല പകലാണ് എന്ന് പറയാൻ മാത്രം ശീലിച്ച അന്ധമായ കാന്തപുരം വിരോധികൾ, ഊണിലും ഉറക്കിലും കാന്തപുരം വിരോധം മാത്രം വെച്ച് പുലർത്തുന്ന ഒരു വിഭാഗത്തിന് മാത്രമേ ഈ പ്രസ്താവനയിൽ ആശങ്കയും ആകുലതയും ഉണ്ടാകാൻ അദ്ദേഹത്തിന് ഈ ഗ്രാൻഡ് മുഫ്തി പട്ടം എങ്ങനെ കിട്ടി എന്നുള്ള വിമർശനം പോലും ഉണ്ടാകുന്നുണ്ട്. ഇവിടെ തന്നെ ശ്രീ അബ്ദുൽ സലാം അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഗ്രാൻഡ് മുഫ്തി എങ്ങനെയാണ് അദ്ദേഹം ആവുന്നതെന്ന് രാജ്യത്തിന്റെ ഗ്രാൻഡ് മുഫ്തി പട്ട്. ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്നത് ഇവിടുത്തെ ഔദ്യോഗികമായ ഗവൺമെന്റ് പദവിയാണെന്ന് ആരെങ്കിലും ഇതാക്കിയിട്ടുണ്ടോ? ഇപ്പൊ അദ്ദേഹം ജാമിയ മർക്കസു സഖാഫത്ത് സുന്നിയയുടെ ജനറൽ സെക്രട്ടറിയാണ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഇതാക്കേണ്ടത് ഇവിടുത്തെ KNM-നോടോ മുജാഹിദിനോടോ ചോദിച്ചിട്ടല്ല. ഇവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന പാരമ്പര്യ മുസ്ലിം സമൂഹം അനേകം സുന്നി സംഘടനകൾ ഒരുമിച്ച് ചേർന്നാണ് ഡൽഹിയിലെ രാംലീല മൈതാനത്ത് വെച്ച് ഗ്രാൻഡ് മുഫ്തിയായി പ്രഖ്യാപനം നടത്തുന്നത്. ഇപ്പോൾ അതല്ല വിഷയം. ഉസ്താദ് ഒരു കാര്യം കൂടി ഇവിടെ വിമർശനാത്മക